ആഭ്യന്തര വകുപ്പിനും ടൂറിസം വകുപ്പിനും രൂക്ഷ വിമർശനവുമായി ആലപ്പുഴയിലെ CPM ബ്രാഞ്ച് സമ്മേളനങ്ങൾ. ലഹരി കടത്തുകാരനെ ചേർത്ത് പിടിക്കുന്ന സംസ്കാരമാണ് ജില്ലയിലെ പാർട്ടിക്കും മന്ത്രിക്കുമെന്ന ആലപ്പുഴ വടക്ക് ഏരിയ പരിധിയിലെ ബ്രാഞ്ച് സമ്മേളനത്തിൽ വിമർശനം. യുവജന വിദ്യാർത്ഥി സംഘടനകളിൽ ലഹരി വ്യാപനവും അമിത ആഡംബരവും വ്യാപിക്കുന്നതായും സമ്മേളനങ്ങൾ കുറ്റപ്പെടുത്തുന്നു. ആലപ്പുഴ ജില്ലയിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പുരോഗമിക്കുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിന് ഏൽക്കേണ്ടി വരുന്നത് രൂക്ഷ വിമർശനമാണ്. ഒന്നാം പിണറായി മന്ത്രിസഭയിലെ കഴിവുറ്റ മന്ത്രിമാരെ മാറ്റി നിർത്തിയതിനെ മുഖ്യമന്ത്രിയുടെ സ്വാർത്ഥ നീക്കത്തിന് അന്നത്തെ പാർട്ടി നേതൃത്വം കുടപിടിച്ചു എന്ന വിമർശനമാണ് ചിലർ ഉയർത്തിയത്. നെഹ്റു ട്രോഫി ജലമേള അട്ടിമറിക്കാൻ ശ്രമിച്ച ടൂറിസം മന്ത്രി പാർട്ടിയുടെ ശേഷിച്ച അടിവേരുകൾ കൂടി പിഴുതെറിയാൻ പ്രതിപക്ഷത്തിന് ആയുധമാകുന്നുവെന്ന വിമർശനവും കുട്ടനാട്, ആലപ്പുഴ, ഹരിപ്പാട് ഏരിയ പരിധികളിൽ നിന്നും ഉയർന്നു. ആഭ്യന്തരമന്ത്രിയുടെ പിടിപ്പുകേടും സമ്മേളന പ്രതിനിധികൾ വിമർശനമാക്കി. ലഹരി വ്യാപനത്തിൽ DYFI, SFI പ്രവർത്തകർ പങ്കാളികളാകുന്നതും ഇവർക്കിടയിൽ DJ പാർട്ടികളടക്കമുള്ള ആഡംബരങ്ങൾ ഏറുന്നതായും വിമർശനമുയർന്നു. ലഹരി കടത്തു കേസിൽ ആരോപണ വിധേയനായ നഗരസഭാ അംഗത്തെ ഒപ്പം ചേർത്ത് നിർത്തുന്ന സംസ്കാരമാണ് സാംസ്കാരിക മന്ത്രി സമൂഹത്തിന് കൈമാറുന്നതെന്നും ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ആരോപണമുയർന്നു. ചിന്താ ജെറോമും തിരുവനന്തപുരം മേയറും പാർട്ടിക്ക് മാനക്കേടുണ്ടാക്കുന്നത് ചില്ലറയല്ലെന്നും പാർട്ടി നേതൃത്വം ഇത് തിരിച്ചറിഞ്ഞ് തിരുത്തണമെന്നും ഹരിപ്പാട് ഏരിയ പരിധിയിലെ സമ്മേളനത്തിൽ അഭിപ്രായമുയർന്നു. ഇതേസമയം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ ചെങ്ങന്നൂർ, മാന്നാർ ഏരിയ പരിധിയിൽ നിന്നും ശക്തമായ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായി. പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കാതെ തെറ്റിന് കൂട്ടുനിൽക്കുകയും സർക്കാരിന്റെ വീഴ്ചകൾ മുതലെടുക്കുകയും ചെയ്യുന്ന സമീപനം തിരിച്ചറിയുന്നുണ്ടെന്നായിരുന്നു ഒരു വിമർശനം. പാർട്ടിയും സർക്കാരും ജനങ്ങളിൽ നിന്ന് അകന്നതോടെ തുടർഭരണ പ്രതീക്ഷ നഷ്ടപ്പെട്ട പാർട്ടി സെക്രട്ടറി അധികാരമാറ്റത്തിലൂടെ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്നതായും മുഖ്യമന്ത്രിയെ തിരുത്താൻ തക്ക നട്ടലുള്ളവർ കുറെ കാലമായി പാർട്ടി നേതൃത്വത്തിലേക്ക് എത്തപ്പെടുന്നില്ലെന്നും സമ്മേളനത്തിൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. ലോക്കൽ സമ്മേളനത്തിലേക്ക് കടക്കുന്നതോടെ സംസ്ഥാനത്തുടനീളം പാർട്ടിയിലെ പുതിയ ഗ്രൂപ്പ് സമവാക്യത്തിന്റെ മുഖം കൂടുതൽ വ്യക്തമാകും. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.